വന്യമൃഗങ്ങളെയും കടുവയെയും കാട്ടുപോത്തിനെയും എല്ലാം നേരിടാൻ കയ്യിലൊരു ചുള്ളിക്കമ്പും പടക്കവുമായി ഇറങ്ങേണ്ടി വരുന്നവരാണ് വനംവകുപ്പിലെ റാപ്പിഡ് റെസ്പോൺസ് ടീമും വാച്ചർമാരും. വനാതിർത്തി ഗ്രാമങ്ങളിലെ മനുഷ്യരുടെ ജീവൻ രക്ഷിക്കുന്നതിനായി സ്വന്തം ജീവൻ പണയം വെച്ച് അപകട മുനമ്പുകളിലേക്ക് നടന്നു നീങ്ങേണ്ടി വരുന്നവർ. മലയോര ജനതയുടെ ജീവനും സ്വത്തും കൃഷിഭൂമിയും സംരക്ഷിക്കാനായി രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ആനച്ചൂരുകളിൽ ഭയപ്പാടോടെ വിഹരിക്കേണ്ടി വരുന്ന പാവപ്പെട്ടവന് സുരക്ഷയായി കയ്യിലുള്ളതാകട്ടെ ഒരോലപ്പടക്കം മാത്രം. മരണം പതിയിരിക്കുന്ന അപകട വഴികളെ തെരഞ്ഞെടുക്കേണ്ടി വരുന്നത് മറ്റ് ജീവനോപാധികളില്ലാത്ത ആദിവാസികളും ദളിതരുമടങ്ങുന്ന പിന്നാക്കക്കാർ. വന്യജീവികളെ തുരത്താൻ ആവശ്യമായ സംവിധാനങ്ങളില്ലാതെ, വകുപ്പിൽ ചിലവഴിക്കാൻ പണമില്ലാതെ, താൽക്കാലിക നിയമനങ്ങളിൽ മാസങ്ങളോളം ശമ്പളമില്ലാതെ, നിയമനത്തിന്റെ നൂലാമാലകളിലാടുന്ന RRT ജീവിതങ്ങളെക്കുറിച്ചും നമ്മൾ അറിയേണ്ടതുണ്ട്. മൃഗങ്ങൾ ആക്രമിച്ച് തകർക്കുന്ന RRT വാഹനങ്ങൾ, ലക്ഷങ്ങൾ കവിഞ്ഞ വനംവകുപ്പിലെ പെട്രോൾ കുടിശ്ശികയും പടക്കം വാങ്ങിയ വകയിലെ ബാധ്യതയും, ഇങ്ങനെ ഇല്ലായ്മകളുടെ നടുക്കുനിന്ന് രാപ്പകൽ വ്യത്യാസമില്ലാതെ മൃഗങ്ങളെ തുരത്താൻ ഇറങ്ങേണ്ടി വരുന്ന RRT വാച്ചർ സംഘങ്ങളുടെ യാതനകളിലേക്ക്, സുരക്ഷിതമല്ലാത്ത അവരുടെ ജീവിതത്തിലേക്ക് നമുക്ക് ക്യാമറ തിരിക്കാം. ന്യൂസ് ബസ് ചോദിക്കുന്നു, RRT വാച്ചർ സംഘത്തിന് ഓലപ്പടക്കത്തിന്റെ സുരക്ഷയോ? നമ്മളിതാ ക്യാമറ തിരിച്ചു വെച്ച ഓരോ കാഴ്ചകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി ജനങ്ങളുടെ സൗകര്യം കെടുത്തുമ്പോൾ കാടുകയറ്റാനായി ആദ്യം എത്തുക വനംവകുപ്പിലെ വാച്ചർമാരാണ്. കടുവയെയും ആനയെയും ഒക്കെ തുരത്താനായി എത്തുന്ന വാച്ചർമാരുടെ കയ്യിലാകെയുള്ളത് വടിയും കത്തിയും പടക്കവുമൊക്കെയാണ്. സുരക്ഷാ സംവിധാനങ്ങൾ ഒന്നുമില്ലാതെ ജീവൻ പണയം വെച്ചാണ് മിക്കവരും ജോലി ചെയ്യുന്നത്. ജോലിക്കിടെ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ജീവഹാനി ഉണ്ടായവരും പരിക്കേറ്റവരുടെയും എണ്ണം ചെറുതല്ല. വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുമ്പോൾ അവയെ കാട്ടിലേക്ക് തുരത്താനായി മുൻനിരയിൽ ജോലി ചെയ്യുന്നവരാണ് വനംവകുപ്പിലെ താൽക്കാലിക വാച്ചർമാർ. മതിയായ സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ കടുവയുടെയും ആനയുടെയും ഒക്കെ മുൻപിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട നിരവധി വാച്ചർമാരുണ്ട്. തോൽപ്പെട്ടിയിൽ കടുവയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ വെങ്കിടദാസും കോളേരിയിൽ ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് തളർന്നു കിടപ്പിലായ രാജുവുമൊക്കെ ജീവിച്ചിരിക്കുന്ന വനംവകുപ്പ് വാച്ചർമാരുടെ രക്തസാക്ഷികളിൽ ചിലർ മാത്രമാണ്. വയനാട് കോളേരിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ 2 കാട്ടാനകളെ കാട്ടിലേക്ക് തുരത്തുന്നതിനിടയിലാണ് താൽക്കാലിക വനംവകുപ്പ് വാച്ചർ നടവയൽ നെയ്ക്കുപ്പ സ്വദേശി രാജുവിന് കാട്ടാനയുടെ ആക്രമണമേറ്റത്. 2019 ഓഗസ്റ്റ് മാസം 8-ാം തീയതിയായിരുന്നു സംഭവം. 11 വർഷമായി വനംവകുപ്പിൽ ജോലി ചെയ്തിരുന്ന രാജു ഇന്ന് കാട്ടാനയുടെ ആക്രമണത്തിന് ശേഷം തളർന്ന് കിടപ്പിലാണ്. ഞങ്ങൾ രാവിലെ ആനനെ ഇവിടെ താഴെ കോളേരി സ്കൂളിന് താഴെ പുഴ സൈഡിൽ ആന വന്ന് നിന്നതാണ്. അതിന് ഓടിച്ച് വിടാൻ വേണ്ടി ഞങ്ങൾ സാർമാരോടൊപ്പം ആളോടൊപ്പം ഞങ്ങൾ പോയതാണ്. ഓടിക്കാൻ വേണ്ടി ഞാൻ പോയതാണ്. ആന വെയിലെ തട്ട് തിരിച്ച് പെട്ടെന്ന് വന്ന് ആനയുടെ മുമ്പ് പെട്ടുപോയി. കോടി ഉണ്ടായതുകൊണ്ടൊക്കെ ഓടി രക്ഷപ്പെട്ടു. പക്ഷേ എനിക്ക് എല്ലാവരും കൂടി ഓടി രക്ഷപ്പെടാൻ പറ്റില്ല. ആനയുടെ കയ്യെ തട്ടി വീണു. പിന്നെ ആന ആക്രമിക്കുക ചെയ്തത്. ആന ചവിട്ടും എടുത്തെറിയും കുത്തും ഇതൊക്കെ കുറ്റമാണ്. ആനയ്ക്ക് ചെയ്യാൻ പറ്റും മാക്സിമം ഉപദ്രവിച്ചു. ആനങ്ങനെ മരിച്ചെന്ന് ഇട്ടിട്ട് പോയതാണ്. ഫുൾ വേദനയും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോ ദിവസം തള്ളി നിൽക്കുന്നു. സർക്കാർ ആർക്കും വേണ്ട, സർക്കാരിനൊന്നും താല്പര്യമില്ല. കാരണം വെച്ചാൽ സർക്കാരിന് ജനങ്ങളോടുള്ള പ്രതിബദ്ധതയൊന്നും ഇല്ലല്ലോ. വനംവകുപ്പിൽ താൽക്കാലിക വാച്ചറായി 6 വർഷത്തോളം ജോലി ചെയ്യുകയായിരുന്നു വെങ്കിടദാസ്. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 8-ാം തീയതി ആനക്കാവലിനായി പോയ വെങ്കിടദാസിന് നേരെ കടുവയുടെ ആക്രമണമുണ്ടായി. കടുവയുടെ ആക്രമണത്തിൽ തലയ്ക്ക് ഗുരുതര പരിക്കേൽക്കുകയും വാരിയലുകൾക്ക് പൊട്ടലുണ്ടാവുകയും ചെയ്തു. വെങ്കിടദാസിന്റെ തലയിൽ മാത്രം വന്ന 52 സ്റ്റിച്ചുകളാണ് ഉണ്ടായിരുന്നത്. ചികിത്സകൾക്കൊടുവിൽ ആശുപത്രി വിട്ട വെങ്കിടദാസ് 4 മാസങ്ങൾക്കിപ്പുറം വീണ്ടും വാച്ചർ ജോലിയിലേക്ക് ഇറങ്ങി. നമ്മളിങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചെറിയൊരു ഒച്ച കേട്ടു. അപ്പോൾ ഇത് വിരലും പിടിക്കലും ഒരുമിച്ചാണ്. അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത് വരുന്നത് അറിയില്ല. സംഭവം അത്ര ഒരു കണ്ടീഷനായിരിക്കും അത് വരിക. അറിയാൻ പിടിക്കാൻ വരുവാണല്ലോ. അപ്പോൾ അത്ര സൈലൻ്റായിട്ട് വരുന്നത്. അതിനുശേഷമാണ് അത് എന്നെ കാടുപോയി അത് പിടിക്കുകയും ചെയ്തത്. ഞാൻ അറിഞ്ഞില്ല. ഒന്നാമത് എന്നെ പകർന്ന് പിടിക്കുമ്പോഴേ ഞാൻ അറിഞ്ഞത്. അറിഞ്ഞ് കുറച്ച് പേരുടെ ബോധം പോയി. സ്വന്തം ജീവൻ രക്ഷിക്കാൻ സുരക്ഷാ സംവിധാനങ്ങളൊന്നുമില്ല. ചെയ്യുന്ന ജോലിക്ക് കൃത്യമായി ശമ്പളവുമില്ല. എങ്കിലും കാട് കാക്കാൻ വിധിക്കപ്പെട്ടവരാണ് വനംവകുപ്പിലെ വാച്ചർമാർ. വീഡിയോ ജേർണലിസ്റ്റ് അതുൽ ആംബ്രയ്ക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ, വയനാട്.
അക്ഷരാർത്ഥത്തിൽ ദുരിതത്തിന് നടുവിലാണ് കേരളത്തിലെ വനം വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഈ RRT സംഘങ്ങളും വാച്ചർമാരുടെ എല്ലാം ജോലി എന്ന് പറയുന്നത്. കലി തുള്ളി ആന പാഞ്ഞു വരുമ്പോൾ ജീവൻ രക്ഷിക്കാൻ മരത്തിലേക്ക് വലിഞ്ഞു കയറും സ്ത്രീകളടക്കമുള്ള ഫയർ വാച്ചർമാർ, അല്ലെങ്കിൽ കുഴിയിലേക്ക് എടുത്തു ചാടും. ഇനി അതുമല്ലെങ്കിൽ വലിയ പാറപ്പുറത്തേക്ക് അള്ളിപ്പിടിച്ച് വലിഞ്ഞു കയറി വേണം ഒന്ന് രക്ഷപ്പെടാൻ. ആനച്ചൂരിന് നടുവിൽ ജീവൻ പണയം വെച്ച് പണിയെടുക്കുന്നവരുടെ ശമ്പളം കേട്ട് പ്രേക്ഷകർ ഞെട്ടരുത്. വെറും 112 രൂപ. ഫോറസ്റ്റ് വാച്ചർമാർ കാട്ടിനകത്തേക്ക് കയറുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഈ ചൂടുകാലമാണല്ലോ, തീയും മറ്റുമുണ്ടെങ്കിൽ അത് നോക്കാനും അത് അണയ്ക്കാനുമൊക്കെ ആയിട്ടാണ് പോകുന്നത്. നമ്മൾ ഇവരുടെ കൂടെ കുറച്ച് ഭാഗം പോകാമെന്ന് വിചാരിക്കുന്നു. കാട്ടിൽ കയറുമ്പം ഈ വടിയും കത്തിയും മാത്രമേ ഉള്ളൂ? ഓ, പിന്നെ ഇതിപ്പോൾ ആഹാരം കാണുമല്ല, എന്തൊരിക്കണം. 4 മണി വരെ നമ്മൾ ഇരിക്കണ്ടേ? നമ്മളെ നാഴിയായിരിക്കും വേണ്ടി നമ്മൾ കഷ്ടപ്പെട്ടല്ലേ വെക്കുള്ളൂ. കത്തിയും വടിയും കൊണ്ട് വല്ല മൃഗങ്ങളും വന്നാൽ ജീവൻ കാക്കാൻ പറ്റുമോ? ഓ, ഇഷ്ടം പോലെ ആന കണ്ട് ഓടിയിട്ടുണ്ട്, വീണിട്ടുണ്ട്. ഓടിക്കൊണ്ട് ഞാൻ വരും. നമ്മൾ ഓടണം അനുസരിച്ച് ആന നമ്മളെ കൂടെ ഓടുകയും ചെയ്യും. മണ്ണും കല്ലും ഒക്കെ തട്ടി കയറി ആ സമയത്ത് നമ്മൾ വീണ നമ്മളെ മരണം തന്നെ. നമ്മളിങ്ങനെ നടന്ന് കുറച്ച് മുകളിലേക്ക് എത്തി. ഇവിടെ കുറച്ച് ആനപ്പിണ്ടങ്ങളൊക്കെ കാണുന്നുണ്ട്. ചേച്ചി പാ, ഇത് ഇവിടെ ആനപ്പിണ്ടം കാണും. ഉറങ്ങിയതാ രാത്രി. ഇതൊക്കെ കാൽപ്പാടാ? ഓ, ഇതൊരു കാല്, പിന്നീട് ഇതൊരു കാല്, പിന്നീട് ഇതൊരു കാല്. ഇവിടെ വെച്ചു. ഏതാ ഈ തോലൊടിച്ചിട്ട് ആനയാണ്, തോണ്ടൊക്കെ ഒടിച്ചിട്ട്. നമ്മൾ ഏതാണ്ട് ഇവർ ഫസ്റ്റ് വിശ്രമിക്കുന്ന ഒരു സ്ഥലത്താണ് എത്തിയിട്ടുള്ളത്. നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ വന്നാൽ ഓ ഈ സ്പേസിലേക്ക് മാറും. അതാണ് ഈ ഭാഗത്തേക്ക് ആന വരത്തില്ല അല്ലേ? അല്ല, നിങ്ങൾ ഇവിടെ ഇരുന്ന സമയത്ത് പിന്നെ ഇവിടെ വന്ന് നിൽക്കേണ്ടി വന്നിട്ടുണ്ടോ അതിന് മുമ്പ്? വന്നിട്ടുണ്ട്. താഴെ ആന വന്ന് നിൽപ്പുണ്ടായിരുന്നു. ഈ അടുത്ത ദിവസം? അടുത്ത ദിവസം. അപ്പൊ നമ്മൾ ഇവിടെ വന്നിട്ടില്ല. ഇങ്ങോട്ട് ആന വരില്ല? ഇങ്ങോട്ട് വരത്തില്ല. ഉറപ്പാണ്. എന്തൊരു ജീവിതമാണ് ഇവരുടേതെന്ന് ഒന്ന് ആലോചിച്ചോക്കണേ. ഇവിടെ ഇത് നമ്മൾ പാറപ്പുറത്തായതുകൊണ്ട് ഈ ഭാഗത്ത് എവിടെ നിന്നാലും കാണാം. അപ്പോൾ അവിടെയൊക്കെ കണ്ടാൽ നിങ്ങൾ നേരെ സേഫായി. നമുക്ക് ഇവിടെ നിൽക്കാൻ തോന്നുന്നില്ല. നെഞ്ച് പിന്നെ ഞങ്ങളൊരു ധൈര്യത്തിൽ ഇങ്ങോട്ട് മാറി നിൽക്കും. മരത്തിൽ നമ്മൾ ഇതേപോലെയുള്ള ചെറിയ മരങ്ങളിൽ ഈ അടുക്കടുക്കുള്ള കമരമുള്ളതിലൊക്കെ കയറി പോകാൻ പറ്റുള്ളൂ. 1.5 മണിക്കൂറൊക്കെ ഇരിക്കേണ്ട ഒരു ഇത് വരും. മരത്തിന് മണ്ടയിലൊക്കെ ഇരിക്കേണ്ടി വരും. ഭക്ഷണമൊക്കെ ഇവിടെ ഇരുന്ന് കഴിക്കും? ഭക്ഷണം ഇവിടെ തന്നെ. വെള്ളമൊക്കെ കൊണ്ടുവരും? അത് ഇവിടെ അടുത്ത് വെള്ളം കിട്ടുന്ന സ്ഥലം ഒന്നുമില്ല, അങ്ങ് തോന്നത്തിൽ ഇറങ്ങി പോകണം. ഈ അടുത്ത് ആനയെല്ലാം കണ്ടോ? കണ്ടു. എത്ര ഉണ്ടായിരുന്നു? 3 ഉണ്ടായിരുന്നു. ഫോട്ടോ ഒക്കെ എടുത്ത്. വീഡിയോ ഉണ്ടോ? വീഡിയോ ഉണ്ട്, കാണിക്കാം. പേടിയായിട്ടുണ്ടോ? നന്നായിട്ട് പേടിച്ച്. ഇതുപോലൊരു വടിയും വെട്ടുകത്തിയും കൊടുത്ത് കാട്ടിലേക്ക് പറഞ്ഞു വിടും. ജീവൻ പണയം വെച്ചുള്ള ജോലിക്ക് കൊടുക്കുന്ന ശമ്പളം വെറും 112 രൂപ. ഇനി കാട്ടിൽ വെച്ച് ഇവർക്കാർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള അപകടം സംഭവിച്ചാൽ വനം വകുപ്പ് മന്ത്രി ചോദിക്കും, അപകടമുണ്ടായത് നാട്ടിൽ വെച്ചല്ലല്ലോ, കാട്ടിൽ വെച്ചല്ലേ എന്ന്. വീഡിയോ ജേർണലിസ്റ്റ് വിനയനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഒരു വെട്ടുകത്തി മാത്രം കയ്യിൽ പിടിച്ചിറങ്ങുന്ന സ്ത്രീകളെയാണ് നമ്മൾ കണ്ടത് അല്ലേ? സംസ്ഥാനത്ത് വന്യമൃഗാക്രമണങ്ങൾ പതിവാകുമ്പോഴും ചെലവഴിക്കാൻ പണമില്ലാത്ത അവസ്ഥയിലാണ് വനംവകുപ്പ്. വനംവകുപ്പിലെ പെട്രോൾ കുടിശ്ശിക ലക്ഷങ്ങൾ കവിഞ്ഞു. ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തിൽ നിന്നാണ് സെക്ഷൻ ഓഫീസിലെ ബൈക്കുകളിൽ പെട്രോൾ അടിക്കുന്നത്. വന്യജീവികളെ തുരുത്താനുള്ള ഏക മാർഗമായ പടക്കം വാങ്ങിയ വകയിലുമുണ്ട് കുടിശ്ശിക.
നിയമന നിരോധനവും RRT പ്രവർത്തനത്തെ കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട്. സാനിയോ മനോമി നൽകും കൂടുതൽ വിശദാംശങ്ങൾ. സാനിയോ, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ജീവൻ പണയം വെച്ച് രാപ്പകൽ വ്യത്യാസമില്ലാതെ ഇങ്ങനെ നടക്കുന്ന വാച്ചർമാരെ കുറിച്ചും ഈ RRT സംഘങ്ങളെ കുറിച്ചുമൊക്കെയാണ്. പക്ഷേ ഇവർ ഇങ്ങനെയൊക്കെ ഇറങ്ങിയാൽ തന്നെയും വനം വകുപ്പിന്റെ കയ്യിൽ പണമില്ല, പെട്രോൾ അടിക്കാൻ കാശില്ല, ഇത്തരത്തിലുള്ള എല്ലാ പ്രതിസന്ധികളും. ഇതെങ്ങനെയാണ് ഈ ദുരിതങ്ങൾ സംഭവിക്കുന്നത്? ഇതിന് എന്താണ് ഒരു പരിഹാരം നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത്? രോഷ്നി, ഇതിനെന്താണൊരു പരിഹാരമെന്ന് വനം വകുപ്പിനും വലിയ ഐഡിയ, ഒരു പിടിപാടൊന്നുമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, സംസ്ഥാനത്തൊട്ടാകെയുള്ള മലയോര മേഖലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം, ഈ സമീപ ദിവസങ്ങളിലെല്ലാം ആനയോ കടുവയോ പുലിയോ ഒക്കെ ഇറങ്ങുന്നുണ്ട്. ആ സമയത്ത് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ആ സ്ഥലങ്ങളിൽ എത്തുകയും പ്രതിഷേധമുണ്ടെങ്കിൽ അതൊക്കെ മാനേജ് ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ടി വരുന്നുണ്ട്. ഒരു വാഹനത്തിൻ്റെ ഒന്നും കാര്യവുമല്ല, നിരവധി വാഹനങ്ങൾ അങ്ങോട്ട് വരുന്നതും മുതിർന്ന ഉദ്യോഗസ്ഥർ വരുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഈ വാഹനങ്ങളിൽ പെട്രോൾ അടിക്കുന്നതുമായി ബന്ധപ്പെട്ട് ലക്ഷങ്ങളുടെ കുടിശ്ശിക ഇപ്പോൾ ഉണ്ട് എന്നാണ് നമുക്കറിയാനാകുന്നത്. അത് വലിയ ഒരു പ്രതിസന്ധിയിലേക്കാണ് പോവുക. കൂടുതൽ കുടിശ്ശിക ഉണ്ടെങ്കിൽ ഇനി പെട്രോൾ അനുവദിക്കാത്ത തരത്തിലേക്കുള്ള കാര്യങ്ങളൊക്കെ പോകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങളും അതുപോലെ RRT വാഹനങ്ങളും ഒക്കെ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. സെക്ഷൻ ഓഫീസുകളിൽ ബൈക്കുകളിലാണ് ഈ പെട്രോളിംഗ് പലപ്പോഴും നടത്താറുള്ളത്. ഈ ബൈക്കുകളിൽ പെട്രോളിംഗ് നടത്തുമ്പോൾ പെട്രോൾ അടിക്കുന്നത് ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തിൽ നിന്നാണ് എന്നുള്ളതാണ്. അതായത് രാത്രിയൊക്കെ പെട്രോളിംഗ് ഉണ്ടാകാറുണ്ട്. ആ സമയത്ത് ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തിൽ നിന്ന് പൈസ എടുത്ത് പെട്രോൾ അടിച്ചില്ല എങ്കിൽ ബൈക്ക് ഓടില്ല എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യമെന്ന് പറയുന്നത്. പടക്കമാണ് ഇവരുടെയൊക്കെ പ്രാഥമികമായ ഒരു മാർഗം എന്ന് പറയുന്നത്. കാട്ടാനകളെയും അതുപോലെ മറ്റു മൃഗങ്ങളെയും ഒക്കെ തുരത്താൻ ഉള്ള ഏറ്റവും നൂതനമായ നമ്മുടെ മാർഗം പടക്കമാണ്. പക്ഷേ ആ പടക്കം വാങ്ങിയ ഇനത്തിൽ പോലും കുടിശ്ശികയുണ്ടെന്ന് പറയുമ്പോൾ കാര്യങ്ങൾ സങ്കടകരമാണ് എന്നത് മാത്രമേ പറയാനാവുകയുള്ളൂ. ഈ നിയമന നിരോധനവും നിലനിൽക്കുന്നുണ്ട് വനം വകുപ്പിൽ. അതും സാമ്പത്തിക ബാധ്യതകൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ നിയമന നിരോധനവും നിലനിൽക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതൊക്കെ RRT പ്രവർത്തനങ്ങളെ ബാധിക്കുകയാണ്. അങ്ങനെ സമാധാനത്തോടെ ജീവിക്കേണ്ട മനുഷ്യന് ഒരു കാലത്തും സമാധാനം കിട്ടാത്ത തരത്തിലാണ് ഈ സാമ്പത്തിക പ്രതിസന്ധിയും വകുപ്പിനെ ഉലയ്ക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതാണ് സാനിയോ മനോമിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ആലോചിച്ച് നോക്കൂ, ഈ വനം വകുപ്പിന്റെ കയ്യിൽ കാശില്ല, ഈ പ്രവർത്തനത്തിനായി ഈ മൃഗങ്ങളെല്ലാം തുരത്താനായി പോകുന്ന ഈ സംഘത്തിന് വണ്ടിയിൽ പെട്രോൾ അടിക്കണമെങ്കിൽ അതിന് കാശില്ല. ആകെ പ്രതിരോധത്തിനായിട്ട് കയ്യിലുണ്ടാവുക ഓലപ്പടക്കങ്ങളും പടക്കങ്ങളും ഒക്കെ ആയിരിക്കും. അതിനും കുടിശ്ശികയാണ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് സാഹചര്യം എന്ന് ആലോചിച്ച് നോക്കൂ. ഈ വന്യജീവി ആക്രമണത്തിന്റെ ഭീതിയിൽ ജനങ്ങൾ കഴിഞ്ഞുകൂടുമ്പോൾ പ്രതിരോധം തീർക്കാൻ ഉറക്കമില്ലാതെ ജോലി ചെയ്യുന്നവരാണ് RRT സംഘങ്ങൾ. നമ്മൾ ആവർത്തിച്ച് പറയുകയാണ്, മൂന്നാറിലെ RRTയുടെ പ്രവർത്തനം പരിമിതികൾക്ക് നടുവിൽ നിന്നുകൊണ്ടാണ്. മനക്കരുത്ത് മാത്രം ആയുധമാക്കിയാണ് കാട്ടാനകളെ തുരത്താൻ രാത്രിയോ പകലോ എന്ന വ്യത്യാസമില്ലാതെ ഇവർ പോകുന്നത്. ഉറക്കമില്ലാതെ 24 മണിക്കൂറും ജോലി ചെയ്യേണ്ടി വരുമ്പോഴും ഇവർക്ക് ശമ്പളവും കൃത്യമായി നൽകുന്നില്ല. വാച്ചർമാരുടെ ശമ്പളം ഇപ്പോഴും 2 മാസം കുടിശ്ശികയാണ്. റിപ്പോർട്ടർ വാർത്താ സംഘം RRTക്കൊപ്പം സഞ്ചരിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ട് ഒന്ന് കാണാം. ഈ വന്യജീവി ശല്യം അതിരൂക്ഷമായി തുടരുമ്പോൾ ജനങ്ങൾ വലിയ പ്രതിസന്ധിയിലും വലിയ ആശങ്കയിലുമാണ്. അതോടൊപ്പം തന്നെ വലിയ ദുരിതമനുഭവിച്ച് ജോലി ചെയ്യുന്ന ഒരു വലിയ വിഭാഗമുണ്ട് ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കിടയിൽ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഏറ്റവും കൂടുതൽ കാട്ടാനശല്യം രൂക്ഷമായിട്ടുള്ള മൂന്നാറിലെ പെട്ടിമുടി RRT സംഘം എന്ന് പറയുന്നത്. അവർക്കൊരു സമയമില്ല. അവർക്ക് ശരിക്കും പറഞ്ഞാൽ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതെ ദുരിതപൂർണ്ണമാണ്. എപ്പോഴാണ് നിങ്ങളുടെ ഡ്യൂട്ടി ടൈം? എപ്പോഴാണ്? எங்களோட டியூட்டி டைம் பார்த்தீங்கன்னா 24 ஹவர்ஸ் இங்கே தான் இருப்போம். இங்கே ஸ்டே பண்ணிவிட்டு இங்கே தான் இருக்கோம். ஸோ யானை எங்கே வரைக்கும் ஃபோன் பண்ணி யாருக்கு கூப்பிட்டாங்க அப்படின்னா உடனே அந்த ஸ்பாட்டுக்கு போய் அந்த யானையை மார்க்கமாகி அதை வேறு இடத்த காட்டுக்கோ இல்லை சேஃப்டான பிளேஸுக்கோ அங்கே மாற்றிட்டு பின்ன அங்கே இருந்துட்டு வந்துடுவோம். ஒவ்வொரு இடத்துல யானை இருக்கும்போது நம்ம எல்லா இடத்துக்கும் ஒரே டைமில் போக முடியாது. ஸோ நமக்கு எங்கேயாவது கூப்பிட்டாங்க அப்படின்னா டக்குன்னு அந்த ஸ்பாட்டுக்கு உடனே போயிடுவோம். நம்மளுக்கு எப்போ நைட்டோ பகலோ எப்போ ஃபோன் வந்தாலும் அடுத்த 10 நிமிஷத்தில் அந்த ஸ்பாட்டுக்கு நாங்கள் போயிடுவோம். അതോടൊപ്പം തന്നെയാണ് കേട്ടോ ഇവരുടെ സുരക്ഷിതത്വം എന്ന് പറയുന്നത് ഇവരുടെ ഒരു മനധൈര്യം മാത്രമാണ്. ഈ കാട് മുഴുവൻ കയറി നടക്കുമ്പോഴും ഇവരുടെ കയ്യിൽ ആകെ ഉള്ളത് ഒരു ഗണ്ണിപ്പോൾ താൽക്കാലികമായി കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ പടക്കങ്ങളും പിന്നെ ഇവരുടെ മനധൈര്യവും മാത്രമാണ്. ഇത്രയും വലിയ കാട്ടിൽ കൂടി നടക്കുമ്പോൾ മറ്റൊരു ആയുധമോ മറ്റൊരു സുരക്ഷാ സംവിധാനമോ ഇവർക്കില്ല എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത്രയധികം ദുരിതമനുഭവിച്ച് ജോലി ചെയ്യുന്നു. ഒപ്പം തന്നെ വെളിയിൽ അല്പം താമസിച്ച് കഴിഞ്ഞാൽ നാട്ടുകാരും നമ്മളോട് മോശമായി തുടങ്ങി. ஆமாம் சார். ஸோ நம்ம கொஞ்சம் லேட்டாக போயிட்டாங்க அப்படின்னா எதுவும் சம்பவிச்சு அப்படின்னா RRT வர லேட் ஆகிடுச்சு, அதான் இந்த சம்பவம் நடந்துச்சு அப்படின்றாங்க. யானை எங்கெங்கே இடத்துல எல்லாம் இருக்குது அப்படின்னு நம்ம குரூப்பில்
சேனலில் மெசேஜ் அனுப்பிட்டு தான் இருக்கும். ஸோ அதை பொதுமக்கள் மூணாறு மக்கள் எல்லாம் வாட்ச் பண்ணிவிட்டு பார்க்க தான் செய்கிறாங்க. ஸோ அந்த டூரிஸ்ட்டுக்காரவங்களுக்கு அது தெரிய மாட்டுது எங்கே யானை இருக்குது எப்படின்னு. ஸோ அவங்க ஊரில் இருக்கிற மணிக்கு இங்கே வந்துட்டு ட்ரைவ் பண்ணி போகிறனால தான் இந்த அவங்கடெல்லாம் നടക്കുന്നത്. அவங்க இப்போதைக்குன்னா മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത്രയും ദുരിതപൂർണമായിട്ട് ജോലി ചെയ്ത് മുമ്പോട്ട് പോകുമ്പോഴും ഇവരുടെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ കൃത്യമായി ഈ വാച്ചർമാർ അടക്കമുള്ളവർക്ക് കൃത്യമായി ശമ്പളം കിട്ടുന്നില്ല. അത് മുമ്പ് മുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. എങ്കിൽ പോലും ഇവർക്ക് 3-4 മാസം കൂടുമ്പോൾ 2 മാസത്തെ ശമ്പളം കിട്ടുക, അതുകൊണ്ട് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവുക, അങ്ങനെ വലിയ പ്രതിസന്ധിയാണ്. വീട്ടിലെ കാര്യങ്ങൾ പോലും കൃത്യമായി നടത്താൻ കഴിയാതെ ഉറക്കമില്ലാതെ കാടുകളിൽ മാത്രം ജീവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ RRT ഒക്കെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മൂന്നാർ പോലെയുള്ള മേഖലകളിൽ കൂടുതൽ RRT സംഘത്തെ വിനിയോഗിക്കുകയും ഒപ്പം തന്നെ കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഇവർക്ക് സുരക്ഷാ സംവിധാനങ്ങൾ അടക്കം ഒരുക്കി കൊടുക്കേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് നമ്മൾ ഇവരോടൊപ്പം നടന്ന് കണ്ടത്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ ഇടുക്കി. ഇതുപോലെ എത്രയോ ആളുകൾ ജീവൻ ഇങ്ങനെ കയ്യിൽ പിടിച്ച് തൊഴിലിൽ ഏർപ്പെടുന്ന കേരളത്തിലെ RRT സംഘങ്ങളുടെയും വാച്ചർമാരുടെയും തൊഴിൽ ജീവിതത്തിലേക്ക് ഞങ്ങൾ ഇറങ്ങിച്ചെന്നിട്ടുണ്ട്. അതിന്റെ ഭീതിക്ക് നടുവിൽ പകച്ചു നിൽക്കേണ്ടി വരുന്നത് പ്രേക്ഷകരെ ഈ മലയോര മേഖലകളിലെ ജനങ്ങൾ മാത്രമല്ല, അവരുടെ ജീവൻ രക്ഷിക്കാൻ ഇറങ്ങുന്ന തൊഴിൽ ചെയ്യുന്ന ഈ RRT വാച്ചർ സംഘമൊക്കെയാണ്. ഈ വനസംരക്ഷണ സമിതിക്ക് കീഴിൽ 10 വർഷമായി ജോലി ചെയ്യുന്ന വാച്ചർമാരിലും ഗൈഡുമാരിലും ഭൂരിഭാഗം പേരും താൽക്കാലിക ജീവനക്കാരാണ്. കാടിനെ അറിയുന്ന ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ളവരാണ് വാച്ചർമാരായി ഭൂരിഭാഗവും ജോലി ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ ആ ജോലിയിൽ സുരക്ഷയും അടിസ്ഥാന സൗകര്യവും ഒക്കെ നമ്മുടെ അവകാശങ്ങളാണ്. പക്ഷേ ഈ പറഞ്ഞ സുരക്ഷയും അടിസ്ഥാന സൗകര്യവും ഒന്നുമില്ലാതെ ജോലി ചെയ്യുന്ന വനംവകുപ്പിലെ ഒരേ ഒരു വിഭാഗം വനംവകുപ്പ് വാച്ചർമാരും ഗൈഡുമാരുമാണ്. പുൽപ്പള്ളി പാക്കം സ്വദേശിയായ പോൾ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ചിട്ട് ഇന്നേക്ക് 1 വർഷം തികയുകയാണ്. കഴിഞ്ഞ വർഷം ഇതേ ദിവസമാണ് ഈ സ്ഥലത്ത് വെച്ചാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ പോളിൻ്റെ ജീവൻ നഷ്ടമായത്. ഇവിടെയായിരുന്നു പോൾ ഇരുന്ന സ്ഥലം. കാട്ടാന ആ ഭാഗത്തു നിന്ന്, അതായത് ഇത് കുറുവാദ്വീപ് ആണ്, കുറുവാദ്വീപിലേക്ക് പോകുന്ന ചെറിയ മല എന്ന സ്ഥലമാണ്, വനമേഖലയാണ്. മിക്ക സമയങ്ങളിലും കാട്ടാനകളൊക്കെ വരുന്ന ഒരു സ്ഥലമാണ്. ഈ മേഖലയിലാണ് ആദ്യം അന്ന് രാവിലെ 5ഓളം ആനകൾ ഈ കുറുവാദ്വീപിലേക്ക് പോകുന്ന സിമൻറ്റ് വഴിക്ക് സമീപമുള്ള ഈ മേഖലയിൽ നിന്ന്, വനാതിർത്തിയുടെ വനമേഖലയിൽ നിന്ന് 5ഓളം കാട്ടാനകൾ വരികയും ഈ പോൾ ആ കാട്ടാനകളെ റോഡിലേക്ക് ഇറങ്ങുന്നത് തടഞ്ഞ് ആ ഭാഗത്തേക്ക് തുരത്തുകയായിരുന്നു. ആ സമയത്ത് തൊട്ടുപുറകിലൂടെ മറ്റൊരു കാട്ടാന എത്തി ഈ റോഡിന് വലതുഭാഗത്തായി നിന്നിരുന്ന പോളിന് പുറകിലെത്തി പോളിനെ ആക്രമിക്കുകയായിരുന്നു. പ്രാണരക്ഷാർത്ഥം ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട പോളിനെ പിന്നീട് കാട്ടാന അടിച്ച് നിലത്തിട്ടു, പിന്നീട് ചവിട്ടി എന്നാണ് അന്നിവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞത്. ആ സമയത്ത് ഇവിടെ കുറച്ച് തൊഴിലുറപ്പ് തൊഴിലാളികളുണ്ടായിരുന്നു. അവരാണ് ബഹളമുണ്ടാക്കിയതിനെ തുടർന്ന് ഈ കാട്ടാന ഇവിടെ നിന്ന് അകത്തേക്ക് കാട്ടിലേക്ക് കയറിപ്പോയത്. ഇവിടെ നമുക്ക് കാണാം ഈ 2 വനംവകുപ്പിലെ VSSന് കീഴിലുള്ള 2 ഗൈഡുമാരുണ്ട്. ഇവരാണ് ഇവിടെ ഇന്ന് ഈ ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുള്ള ആളുകൾ. ഇവർ ഇരിക്കുന്ന ഈ കലിങ്ങിനടിയിലൊക്കെയാണ് മിക്ക സമയങ്ങളിലും ആനയൊക്കെ ഓടിച്ചാൽ പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെടുക, അല്ലേ? അങ്ങനെയാണോ ബാബുട്ട? എങ്ങനെയാണ് ഇവിടെ ഈ കലിങ്ങിനടിയിലേക്കാണോ കയറിയിരിക്കല്? കലിങ്ങിനടിയിൽ കയറിയിരിക്കും ആനേൻ്റെ സ്ഥിതി അനുസരിച്ച് ഞങ്ങൾ ഓടി മാറുക ചെയ്യാറ്. ആന വരുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആക്രമിക്കാൻ വരുന്ന ആനയെങ്കിൽ നമ്മൾ ഓടും, അല്ലെങ്കിൽ പെട്ടെന്നാകുമ്പോൾ കനാലിലേക്ക് ഉള്ളിലേക്ക് ഓടിക്കയറുക. 1 മാസത്തിൽ ആകെ 24 വർക്കിംഗ് ഡേയ്സ് ആണ് ആകെ ജോലി ചെയ്യാൻ കിട്ടുന്ന ദിവസം. അതായത് ഒരു മാസം 19,000-18,000 രൂപയൊക്കെയാണ് ഇവർക്ക് ആകെ കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നത്. 19,000 രൂപയ്ക്ക് മുകളിലായി കഴിഞ്ഞാൽ 3 വർഷം തുടർച്ചയായി ജോലി ചെയ്താൽ അവരെ പിന്നീട് സ്ഥിരമാക്കണം എന്നതാണ് പ്രൊസീജിയർ. അതനുസരിച്ച് ഈ വനം വാച്ചർമാരെ സ്ഥിരമാക്കാതിരിക്കാൻ വേണ്ടിയാണ് 24 ദിവസം മാത്രം ജോലി ചെയ്യിപ്പിക്കുന്നത് എന്നുള്ള രീതിയിലൊരു ആരോപണവും വനം വാച്ചർമാരുടെ ഭാഗത്തു നിന്നുണ്ട്. പക്ഷേ കാട് കാക്കുന്നവരായിട്ടുള്ള അവരുടെ വിധി എന്ന് പറയുന്നത് ഇപ്പോഴും അവരുടെ ജീവന് സുരക്ഷയില്ല. ഒപ്പം അവർ കൃത്യമായി ജോലി ചെയ്യുന്ന അവർക്ക് കൃത്യമായ ശമ്പളം, മതിയായ വേതനം അവർക്ക് ലഭിക്കുന്നില്ല എന്നതാണ്. കഴിഞ്ഞ വർഷം ഇതേ ദിവസം മരിച്ച പോളിന്റെ ജീവിതമാണ് ദീപക് മോഹൻ നമുക്ക് മുന്നിൽ എത്തിച്ചത്. ദീപക് മോഹൻ ഇപ്പോൾ തത്സമയം നമ്മോടൊപ്പം കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ദീപക്, ഈ കേരളത്തിന്റെ ഈ സംഘർഷഭരിതമായ മേഖലകളിൽ, അപകട മുനമ്പുകളിൽ ഇത്തരത്തിൽ ജോലി ചെയ്യേണ്ടി വരുന്ന ജീവനക്കാരാണിവർ. അപ്പോൾ ജീവൻ കയ്യിൽ പിടിച്ചെന്ന് നമ്മൾ പറയുന്നത് അക്ഷരാർത്ഥത്തിലാണ്. ഇവരെങ്ങനെയാണ് ഈ ജോലി ചെയ്യുന്നത് എന്ന് നമുക്ക് അത്തരത്തിൽ ചോദിക്കേണ്ടി വരുന്നൊരു സാഹചര്യം, അല്ലേ ദീപക്?
തീർച്ചയായും റോഷ്നി, അതായത് നേരത്തെ നമ്മൾ കണ്ട ദൃശ്യം എന്ന് പറയുന്നത് കുറുവാദ്വീപിൽ, അതായത് കുറുവാദ്വീപിൽ 40ഓളം വാച്ചർമാർ മാത്രം ജോലി ചെയ്യുന്നുണ്ട്. വാച്ചർമാരോടൊപ്പം ഈ വനസംരക്ഷണ സമിതിയുടെ കീഴിലൊക്കെ ഗൈഡുമാരായിട്ട് ജോലി ചെയ്യുന്നവരുടെ അവസ്ഥയും ഇതാണ്. ഇവരൊക്കെ എന്ന് പറയുന്നത് വനാതിർത്തി ഗ്രാമങ്ങളിലോ അല്ലെങ്കിൽ വനഗ്രാമങ്ങളിലോ ഉള്ള ആളുകളാണ്. അതായത് കാടിനെ അറിയുന്ന, കാടറിയുന്ന, കാട്ടിൽ എങ്ങനെ ഇടപെടണം, ഒരു മൃഗം വരുമ്പോൾ അതിൻ്റെ ആക്രമിക്കാനായി വരുന്ന മൃഗമാണോ എന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കി അതിനെ കൃത്യമായി വനത്തിലേക്ക് തുരത്താനൊക്കെ നന്നായി അറിയുന്ന ആളുകളാണ്. അവരാണ് വാച്ചർമാരായി ജോലി ചെയ്യുന്നത്. പക്ഷേ അവരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമായ അനുഭവങ്ങളാണ് അവർക്ക് പറയാനുള്ളത്. അതായത് 5ഉം 10ഉം വർഷമൊക്കെ ജോലി ചെയ്ത, 15ഉം 20 വർഷം വരെ ജോലി ചെയ്തിട്ടും താൽക്കാലിക വാച്ചർമാരായി ഇപ്പോഴും ജോലി ചെയ്യുന്ന നിരവധി ആളുകളുണ്ട്. അവർ പറയുന്നത് 26 ദിവസമായിരുന്നു ആദ്യം അവർക്ക് വർക്കിംഗ് ഡേയ്സ് ആയി കൊടുത്തിരുന്നത്. എന്നാൽ പിന്നീട് ശമ്പളം വർധനമുണ്ടായ സമയത്ത് ഈ 19,000 20,000 രൂപയ്ക്ക് മുകളിലേക്ക് ശമ്പളം വരുന്നത് കൊണ്ട് 24 വർക്കിംഗ് ഡേയ്സ് ആക്കി വീണ്ടും കുറച്ചു. 2 ദിവസം കുറച്ചതിനെ തുടർന്ന് ഇപ്പോൾ ഒരു മാസത്തിൽ 20-ലധികം വർക്കിംഗ് ഡേയ്സ് ഒന്നും അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാറില്ല. കാരണം അവർക്ക് ശമ്പളം കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ 3 വർഷം തുടർച്ചയായി കൊടുത്തു കഴിഞ്ഞാൽ അവരെയൊക്കെ പിന്നീട് സ്ഥിരമാക്കേണ്ടി വരും. അത് ഒഴിവാക്കാൻ ഇത്തരത്തിലുള്ള ഒരു നടപടിയുണ്ട്. അതപ്പോൾ മാത്രമല്ല, ഈ വന്യമൃഗങ്ങളൊക്കെ നാട്ടിലിറങ്ങുന്ന സമയത്ത് മുൻനിരയിൽ ജോലി ചെയ്യുന്ന ആളുകളാണിവർ. പക്ഷെ അവർക്ക് മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഒന്നുമില്ല. മിക്ക സമയങ്ങളിലും അവർ കല്ലെടുത്ത് എറിഞ്ഞ് ആനയെ ഓടിക്കുക, അല്ലെങ്കിൽ വടി ഉപയോഗിക്കുക, ഒച്ചപ്പാടുണ്ടാക്കിയൊക്കെയാണ് കാട്ടാനയൊക്കെ നാട്ടിലിറങ്ങുമ്പോൾ കാട്ടിലേക്ക് തുരത്തുക. അങ്ങനെയൊക്കെ നിരവധി ആളുകൾ പരിക്കേറ്റ് ചികിത്സയിലുണ്ട് വയനാട്ടിൽ. മാത്രമല്ല, ഇത് കണ്ട്, അതായത് ഈ പരിക്കേറ്റ ആളുകളെയും പിന്നീട് വനം വകുപ്പ് തിരിഞ്ഞു നോക്കുന്നില്ല എന്നതാണ് സത്യം. ആ ആളുകൾ പിന്നീട് ഈ വനം വകുപ്പിൻ്റെ മുൻപിലോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികൃതരുടെ മുൻപിലോ സഹായം ലഭിക്കണമെന്നുള്ള ആവശ്യവുമായൊക്കെ മുന്നോട്ടിറങ്ങുമ്പോൾ അവരെ തിരസ്കരിക്കുകയാണ്, അവരെ അവഗണിക്കുന്ന രീതിയാണ്. അത് കണ്ട് നിരവധി വാച്ചർമാരും ഇത്തരത്തിൽ ജോലി മതിയാക്കി രാജിവെച്ച് പോയ ആളുകളും നിലവിലുണ്ട്. ഈ വനം വകുപ്പിൻ്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുകൾ, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ആയിക്കോട്ടെ, റേഞ്ച് ഓഫീസർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മുകളിലേക്ക് ഇരിക്കുന്ന DFO ആയിക്കോട്ടെ, അവരെക്കാളൊക്കെ ഏറ്റവും കൂടുതൽ ഈ ആന, കടുവ ഒക്കെ നാട്ടിലിറങ്ങുമ്പോൾ ദൗത്യത്തിൽ മുന്നിൽ നിൽക്കുന്ന ആളുകളാണ് ഈ RRT സംഘങ്ങളും ഒപ്പം വനം വാച്ചർമാരും ഈ അവരുടെ അവസ്ഥ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പോയിന്റുകളും അത് തന്നെയാണ്. ദീപക് ചൂണ്ടിക്കാട്ടിയ ഒരു പോള് നമുക്കറിയാം. ഇടുക്കിയിൽ കാടിനെ അറിയുന്ന ഒരു ശക്തിവേൽ കൊല്ലപ്പെട്ടത് നമുക്കറിയാം. ഏറ്റവും സമീപമായി നോക്കുകയാണെങ്കിൽ ആ പരിക്ക് പറ്റിയ ജയസൂര്യ, അങ്ങനെ എത്രയോ ആളുകളാണ്. ഈ ശമ്പളം കിട്ടാത്തൊരു പ്രശ്നം അതിരൂക്ഷമാണ്. നമുക്ക് പാലക്കാട് നിന്ന് അതിൻ്റെ ഒരു നേർസാക്ഷ്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഈ വനംവകുപ്പ് താൽക്കാലിക വാച്ചർമാർക്ക് ശമ്പളം മുടങ്ങിയിട്ട് 3 മാസമായി. മുണ്ടൂർ, അകത്തേത്തറ സെക്ഷനുകളിലെ വാച്ചർമാരിൽ 5 മാസത്തെ ശമ്പള കുടിശ്ശിക ഉള്ളവരുമുണ്ട്. മുടങ്ങാതെ ശമ്പളം നൽകാൻ സർക്കാർ തയ്യാറാവണമെന്ന് താൽക്കാലിക വാച്ചർമാർ ആവശ്യപ്പെടുന്നുണ്ട്. ഇക്ബാൽ അറക്കൽ നൽകും വിവരങ്ങൾ. ഇക്ബാൽ, ശമ്പളം മുടങ്ങിയിട്ട് മാസങ്ങളെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് പിന്നെ ഈ ജീവനും കൈപിടിച്ച് ഈ പണിക്ക് ഇറങ്ങുക എന്നതാണ് ചോദ്യം, അല്ലേ? രോഷിനി, അതായത് പാലക്കാട് ജില്ലയിൽ ഈ വനവകുപ്പിന് കീഴിലെ വിവിധ ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസുകൾക്ക് കീഴിലായി 100 കണക്കിന് താത്കാലിക വനവകുപ്പ് വാച്ചർമാരാണ് ജോലി ചെയ്യുന്നത്. ഇവരിൽ ഭൂരിഭാഗം ആളുകളും പറയുന്നത് 3 മാസം ആയി ഇവർക്ക് ശമ്പളം കിട്ടിയിരുന്നാണ്. കുടിശ്ശിക ശമ്പളമായി, അല്ലെങ്കിൽ ശമ്പളം കുടിശ്ശിക ഇനിയും 3 മാസത്തെ തുക കിട്ടാനുണ്ടെന്ന് അവർ പറയുന്നു. മാത്രമല്ല, മുണ്ടൂരിലെയും അകത്തേത്തറയിലെയും ഓഫീസുകളിലായി ഈ വനവകുപ്പ് വാച്ചർമാരിൽ ചില ആളുകൾക്ക് 5 മാസത്തെ കുടിശ്ശിക ഉൾപ്പെടെ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. മുടങ്ങാതെ ഈ ശമ്പളം തങ്ങളുടെ കയ്യിലേക്ക് കിട്ടുന്ന രീതി കൊണ്ടുവരണം സർക്കാർ എന്നാണ് ഇവരെല്ലാം ഒരുപോലെ ആവശ്യപ്പെടുന്നത്. കാരണം വന്യമൃഗങ്ങളുമായി നേരിട്ട് ഇടപഴകുന്ന ഇവരാണ്. വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങാതെ തടുക്കാൻ വേണ്ടി എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും ചെയ്യുന്നതും ഇവർ നേരിട്ടാണ്. കാരണം ഇവർക്ക് മറ്റു രീതിയിലുള്ള സൗകര്യങ്ങളും ഒന്നും ഏർപ്പെടുത്തിയില്ല, സുരക്ഷാ സംവിധാനങ്ങളില്ല. ആകെ കയ്യിലൊരു പടക്കമുണ്ടാവും, അല്ലെങ്കിൽ മറ്റേ രീതിയിലുള്ള വടികൾ എന്തെങ്കിലും ഉണ്ടാവും. ഇതുകൊണ്ട് മാത്രമാണ് ഇവർ ഈ പുലിയെയും കാട്ടാനകളെയും എല്ലാം നാട്ടിലേക്ക് ഇറങ്ങാതെ തടുക്കുകയും ചെയ്യുന്നത്. മാത്രമല്ല, തുച്ഛമായ ശമ്പളമാണ് ഇവർക്ക് കിട്ടുന്നത്. 17,000-ൽ കുറവ് ശമ്പളം മാത്രമാണ് ഭൂരിഭാഗം ആളുകൾക്കും കിട്ടുന്നതെന്നാണ് പറയുന്നത്. ഈ 17,000 രൂപയാണ് ഇപ്പോൾ 3 മാസമായി കുടിശ്ശികയായി കിടക്കുന്നത് പല ആളുകൾക്കും. മാത്രമല്ല, 5 മാസമായി ശമ്പളം മുടങ്ങി കിടക്കുക എന്നൊക്കെ പറയുമ്പോൾ അവരുടെ കുടുംബങ്ങൾ കടന്നു പോകുന്ന ദുരവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. വനവകുപ്പിൽ താത്കാലിക ജോലി ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് മറ്റ് ജോലികൾക്ക് പോകാനുള്ള സമയവുമില്ല. പല ആളുകൾക്കും 24 മണിക്കൂർ ശമ്പളമില്ലാതെ ഇവരൊക്കെ എങ്ങനെ ജോലി ചെയ്യും എന്നുള്ളൊരു ചോദ്യമാണ് നിൽക്കുന്നത്. നമുക്ക് മറ്റൊരു യാഥാർത്ഥ്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഈ RRTകളുടെ എണ്ണത്തിലെ കുറവും വനംവകുപ്പിനെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. സംസ്ഥാനത്ത് ആകെയുള്ളത് 37 RRTകളാണ്. കഴിഞ്ഞ വർഷം 13 RRTകൾക്ക് ശുപാർശ നൽകി. ഇതിൽ ധനവകുപ്പ് അനുവദിച്ചത് 9 എണ്ണം മാത്രമാണ്. പ്രതിരോധ നിർമ്മാണങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്ക് പണമില്ലെന്നും വനംവകുപ്പ് പറയുകയാണ്. ആദിൽ പാലോട് നൽകും വിശദാംശങ്ങൾ. ആദിൽ, ഒരു ആന ചീറിപ്പാഞ്ഞ് വരുമ്പോൾ, കൃഷിയിടത്തിൽ ഇറങ്ങുമ്പോഴൊക്കെ ഒരു ഫോൺ കോളിനപ്പുറത്ത് വിളിച്ചാൽ ഓടിയെത്താൻ RRT സംഘങ്ങൾ വേണം. പക്ഷേ കേരളത്തിൽ അത്രമാത്രം സംഘങ്ങൾ ഇല്ലെങ്കിൽ, ജീവനക്കാരില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാണ് അതിൽ?
ഉറപ്പായും ആ ചോദ്യമാണുള്ളത്. സാമ്പത്തിക പ്രതിസന്ധി പല മേഖലയും വലയ്ക്കുന്നുണ്ടെങ്കിലും ഈ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് പ്രധാന പ്രതിസന്ധി സാമ്പത്തികമാണെന്നതുകൂടി ഈ രേഖകളിലൂടെ, ഈ കണക്കുകളിലൂടെ തെളിയുകയാണ്. 13 സ്ഥലങ്ങളിൽ RRTകൾ എന്നുള്ളതായിരുന്നു വനംവകുപ്പിന്റെ വിലയിരുത്തൽ. ഇത് കൃത്യമായ അവലോകനങ്ങൾക്കും വിലയിരുത്തലിനും ശേഷമാണ് 13 എണ്ണം എന്ന കണക്കിലേക്ക് എത്തിയത്. അടിയന്തരമായി വേണ്ടത് 13 എണ്ണം എന്നത് ധനവകുപ്പിന് കത്ത് നൽകുകയും മന്ത്രിസഭയിലേക്ക് പരിഗണനയ്ക്ക് അയക്കുകയും ചെയ്തു. പക്ഷേ ധനവകുപ്പ് ഈ ലിസ്റ്റ് കഴിഞ്ഞ വർഷം വെട്ടുകയായിരുന്നു. ശേഷം 9 RRTകൾക്കാണ് അനുമതി നൽകിയത് എന്ന വിവരമാണ് പിന്നീട് നമ്മൾ കണ്ടത്. ആ രൂപത്തിൽ RRTകൾ അനുവദിക്കുന്നതിലെ ഈ എണ്ണത്തിലെ കുറവ് വരുന്നത് വന്യജീവി സംഘർഷങ്ങളെ പ്രതിരോധിക്കുന്നതിൽ വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് ഒരു പരിധിവരെ RRTകൾ എന്നുള്ളത് പെട്ടെന്ന് വളരെ വേഗം ദ്രുതഗതിയിൽ പ്രശ്നങ്ങൾ ഇടപെടുകയും പ്രതിരോധ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്യുന്ന സംഘമാണ്. ഇവരുടെ എണ്ണത്തിൽ കുറവ് വന്നാൽ വന്യജീവി സംഘർഷങ്ങൾ ഈ രൂപത്തിൽ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ, സമയത്തിൽ എന്താണ് ഇതിന് മറുപടി എന്ന ചോദ്യം സർക്കാരിന് മുന്നിലുണ്ട്. ആ ചോദ്യത്തിന് സർക്കാർ മറുപടി നൽകേണ്ടതും ഉണ്ട്. ഏതായാലും ഈ കണക്കുകളാണ് നമുക്ക് മുന്നിലുള്ളത്. ഒപ്പം തന്നെ ഇതിലുള്ള വാച്ചർമാരുടെ വേതനം നൽകിയിട്ട് മാസങ്ങളായെന്ന പരാതി വരുന്നു. താൽക്കാലിക വാച്ചർമാരെയാണ് വനംവകുപ്പ് എടുക്കുന്നത്. ആ രൂപത്തിൽ വാച്ചർമാർക്ക് ശമ്പളം കിട്ടാത്ത പ്രതിസന്ധിയുണ്ട്. മറ്റൊന്ന്, ഫെൻസിങ്ങും അനുബന്ധമായി വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങാൻ, ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാൻ പലതരത്തിലുള്ള വേലികളും മറ്റുമൊക്കെ നമ്മൾ വനംവകുപ്പ് കെട്ടുന്നുണ്ട്. അത് മെയിൻ്റെനൻസ് ചെയ്യാനുള്ള പണം അനുവദിക്കുന്നില്ല. 50% പദ്ധതി വിഹിതത്തിൽ കുറവ് വരുത്തുന്നു. ഇതൊക്കെ സാമ്പത്തികമായി സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി വനംവകുപ്പിനെ ബാധിക്കുന്നു. അതുവഴി അത് വന്യജീവികളെ പ്രതിരോധിക്കുന്നതിൽ തടസ്സമാവുകയും ചെയ്യുന്നുണ്ട്. റോഷ്നി, തീർച്ചയായും അതിൽ അത് തന്നെയാണ് ഈ പറയുന്ന RRTക്കാരില്ല, അവർക്ക് വേണ്ട ചുമതലകൾ വഹിക്കാൻ ആളില്ല എന്നൊക്കെ പറയുന്നത്. ഈ RRTക്ക് ചുമതലയ്ക്ക് ആളില്ല എന്നുള്ളത് വലിയ വിഷയം തന്നെയാണ്. RRTകളുടെ ചുമതല ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർമാർക്കാണുള്ളത്. 28 RRTകളിൽ 20ലും ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർമാർ ഇല്ല എന്നുള്ളതാണ്. പകരം ചുമതല മറ്റു വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥർക്കാണ് നൽകിയിരിക്കുന്നത്. ഇത് RRTകളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നുവെന്നുള്ള വിശദാംശങ്ങൾ കൂടിയാണ് ആദിൽ പാലോട് നമ്മളോട് പങ്കുവച്ചത്. ഇനി കാസർകോട്ടെ ഒരു കാഴ്ചയിലേക്ക് വരികയാണെങ്കിൽ, ഈ കാസർകോട് കുളത്തൂർ ഗ്രാമത്തിലും വന്യജീവി ആക്രമണങ്ങൾ നിത്യസംഭവമായി മാറിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു പ്രദേശത്ത് പുലിയെ തുരങ്കത്തിൽ കണ്ടെത്തിയത്. തുടർന്ന് മയക്കുവെടി വെക്കാനുള്ള ശ്രമത്തിനിടെ പുലി ചാടിപ്പോയി. അതേസമയം ജില്ലയിൽ അടിയന്തര സാഹചര്യങ്ങളിൽ പുലിയെ പിടിക്കേണ്ട സംവിധാനങ്ങളില്ല. ഇത്തരം സാഹചര്യങ്ങളിൽ RRT സംഘം എത്തുന്നത് വയനാട്ടിൽ നിന്നാണ്. അതും 1 മണിക്കൂറിനകം മയക്കുവെടി വെക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നും കുളത്തൂർ പ്രദേശവാസികൾ പരാതി പറയുകയാണ്. അർച്ചന രവീന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ടൊന്ന് കാണും. വന്യമൃഗശല്യം രൂക്ഷമായുള്ള കാസർഗോഡ് കുളത്തൂർ പ്രദേശത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ പ്രദേശത്ത് നിരവധി തവണ പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കാട്ടുപോത്ത്, പന്നി മുതലായ ഒരുപാട് ജീവികൾ മനുഷ്യവാസങ്ങളിലേക്ക് വരികയും അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് പ്രയാസമുണ്ടാക്കും അടക്കമുള്ള ഒരുപാട് സംഭവങ്ങൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ കൂടെ ഈ പ്രദേശത്തെ ആളുകൾ ചെയ്യുന്നുണ്ട്. ചേട്ടാ, പുലിയുടെ സാന്നിധ്യമൊക്കെ ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഒരു പുലിയടക്കം ചാടിപ്പോയ ഒരു കേസൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും ഒരു മാസത്തിലധികമായി ഇപ്പോൾ ഈ സംഭവം നിങ്ങൾ സൂചിപ്പിച്ച പോലെ പുലിയുടെ വലിയ പ്രശ്നമുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് വന്യമൃഗം, പന്നി, അതുപോലെ കാട്ടുപോത്ത്, കുരങ്ങന്മാരുടെ ശല്യമുണ്ട്. സാധാരണ കർഷകരുടെ ഏറ്റവും വലിയ പ്രയാസമാണ് കുരങ്ങൻ്റെ, അതുപോലെ പിന്നെ മയിലിൻ്റെ മറ്റൊരു ഭാഗത്ത് സാധാരണ കർഷകർക്ക് ഏറ്റവും പ്രയാസപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഒരു പുലിനെ കയ്യിൽ വരെ കിട്ടി. പക്ഷേ വഴുതി പോകുന്നൊരു സാഹചര്യം അടക്കം ഉണ്ടായിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം 7 മണിയോടുകൂടി നമ്മളെല്ലാം അവിടെ എത്തുകയും പുലർച്ചെ 5 മണി വരെ ഫോറസ്റ്റ് ഓഫീസർ അധികൃതരെല്ലാം ഈ പുലിയെ പിടികൂടാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ആസൂത്രണം ചെയ്യുകയും അവസാനം പുലിയുടെ വഴിക്ക് പോകുന്ന സ്ഥിതി ആയിട്ടാണ് ഉണ്ടായത്. ഇവിടുത്തെ പ്രദേശവാസികളെല്ലാം വളരെ വളരെ ഭയപ്പാടോടുകൂടിയാണ് ഇപ്പോൾ കഴിയുന്നത്. എന്നാലും അതിനൊരു പരിഹാരം എത്രയും പെട്ടെന്ന് അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന പ്രതീക്ഷയുണ്ട്. അതുണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നു. ഇന്നലെ പോലും എൻ്റെ വീട്ടിൻ്റെ അടുത്ത് പുലി സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ വളർത്തുമൃഗങ്ങളെ അടക്കം പിന്നെ ഭക്ഷിക്കുന്ന രീതിയിൽ വളർത്തുമൃഗങ്ങൾ നായകളെ അടക്കം ഭക്ഷിക്കുന്ന സ്ഥിതിയാണുള്ളത്. വനം വകുപ്പിൻ്റെ അവിടുന്ന് സ്വീകരിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ അവർ വരുന്നുണ്ട്, കാൽപാദം മുതൽ നോക്കിയിട്ട് പോകുന്നുണ്ട്. അതിലൊരു പ്രതികരണം അവർ തരുന്നില്ല. പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അടുത്ത് ഞാൻ മിനിയാന്നും കൂടി കണ്ടു നായിനെ വൈകിട്ട് നമ്മളെ ക്വാർട്ടേഴ്സിൻ്റെ ഉള്ളിലേക്ക് നായി പാഞ്ഞു കയറി. നായി പുറത്തു ചെയ്യുന്നില്ല എന്തുണ്ടായാലും. അപ്പോൾ നോക്കുമ്പോൾ ഞാൻ നടന്നൊരു ടോർച്ച് പിടിച്ച് നോക്കുമ്പോൾ ഈ സംഭവം ഞാൻ ലൈവായിട്ട് കണ്ടു. പുലിയാണ്, ഡയറക്റ്റ് പുലിയാണ് ഞാൻ കണ്ടത്. മയക്കുവെടി വെച്ചിട്ട് പുലി ചാടിപ്പോയൊരു കേസ് ഉണ്ടായിരുന്നു. അതിനുശേഷം കൂട് അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടെന്ന് പറയുന്നുണ്ട്. നമ്മളെ കണ്ടിട്ടില്ല, അങ്ങനെയെല്ലാം പറയുന്നുണ്ട്. പക്ഷേ ഇത് 4 ദിവസം ആയതേ ഇല്ലല്ലോ. ഞാൻ പറഞ്ഞ സംഭവം അത് പോയിട്ടില്ല, സംഭവം നാട്ടിൽ നിന്ന് പോയിട്ടില്ല. 4 ദിവസമായി ഈ സംഭവം ഞാൻ പറയുന്ന സംഭവം. പുലികൾ ഇപ്പോഴത്തെ കണക്ക് പ്രകാരം ഒരു 1/2 ഡസനിലധികം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നുള്ളത്. അത്രമാത്രം എല്ലാ പ്രദേശത്തും എല്ലാ വിഭാഗം ആളുകളും പറയുന്നുണ്ട്
ഇന്നലെ രാത്രി 9 മണിക്ക് ഇവിടെ ഉണ്ടായിരുന്നു, 8:30 മറ്റ് 2 കിലോമീറ്റർ മാറി അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സംഭവം കൃത്യമാണ്. ഇവർക്ക് നിലവിലിപ്പോൾ ബോധ്യമായിട്ടുണ്ട് പുലികൾ ഉണ്ട് എന്നുള്ള ഉറപ്പാണ്. കാരണം ഇവിടെ 2 കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. ഒന്ന് കളവയിൽ കരിമങ്ങാനം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഒരു കൂട് സ്ഥാപിച്ചിട്ടുണ്ട്, മറ്റൊന്ന് കല്ലളി ഭാഗത്ത് ഒരു കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഞാൻ ഇവിടെ കുടുങ്ങിയ പുലി കുടുക്കിനകത്ത് കുടുങ്ങിയെന്ന് പറഞ്ഞു. പക്ഷേ അത് ഏതെങ്കിലും കാരണവശാൽ ആ പുലി കൊല്ലപ്പെടുകയായിരുന്നെങ്കിൽ ആ സ്ഥല ഉടമയ്ക്കെതിരെ 100% കേസ് എടുക്കുമായിരുന്നു എന്നാണ് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആൾക്കാർ നമ്മൾ സംസാരിച്ചപ്പോൾ മനസ്സിലായത്. ഏതെങ്കിലും കാരണവശാൽ കൊല്ലപ്പെടുകയാണെങ്കിൽ ആ സ്ഥല ഉടമയ്ക്കെതിരെ കേസെടുക്കും. പുലി രക്ഷപ്പെട്ടുകൊണ്ട് സ്ഥല ഉടമയും രക്ഷപ്പെട്ടു. അതാണ് ഇപ്പോൾ അന്നത്തെ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഇത് വനം വകുപ്പിൻ്റെ ശക്തമായ നടപടി സ്വീകരിക്കുന്നു എന്നാണ് അവർ അറിയിക്കുന്നുള്ളത്. പ്രാദേശികമായിട്ട് പിന്നെ ദിവസവേതനക്കാരൊക്കെ കൂട്ടിയിട്ടാണ് അവർ ഇപ്പോൾ ആൾക്കാർ തികയുന്നില്ല. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കുറേ കൂടെ ആൾക്കാരെ കൂടുതൽ ഇവിടെ വിന്യസിക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, 2 മാസത്തിലധികമായി നമ്മുടെ ഈ റിസർവ് മുളിയാർ ഉൾപ്പെടെയുള്ള പ്രദേശത്ത് പുലിനെ കാണുന്നത്. എന്തായാലും അവർ പറഞ്ഞ ആവശ്യങ്ങൾ ഇതൊക്കെയാണ്. എന്തായാലും കാസർഗോഡ് ജില്ല എന്ന് പറയുന്നതും പുലിഭീതി തന്നെയാണ്. കാസർഗോഡ് ജില്ലയിൽ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പുലി ആക്രമണങ്ങൾ ഈ വളർത്തുമൃഗങ്ങൾക്കെതിരെ, അതുപോലെ തന്നെ അങ്ങനെ കൃഷിയിടങ്ങൾ നശിപ്പിക്കുക, അങ്ങനെ തുടങ്ങി ഒരുപാട് ആക്രമണങ്ങൾ ഉണ്ടാവുന്നുണ്ട്. എന്തായാലും അധികൃതരെല്ലാം കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് മണിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, കാസർഗോഡ്. കേരളത്തിന്റെ വനാതിർത്തികളിൽ, മലയോര മേഖലകളിൽ, നഗരങ്ങളിൽ വരെ എത്തി നിൽക്കുന്ന മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ ഭയന്നു നിൽക്കുന്ന മനുഷ്യർക്ക് ഭയമില്ലാതെ ജീവിക്കണമെങ്കിൽ കേരളത്തിൽ ഈ പറയുന്ന RRTകളും വാച്ചർമാരും എല്ലാം വേണം. അവർക്ക് ശമ്പളം കിട്ടണം, അവർക്ക് സുരക്ഷിതമായി ജോലി ചെയ്യാൻ പറ്റണം, അവർ പോകുന്ന വണ്ടിക്ക് പെട്രോൾ അടിക്കാൻ പറ്റണം, അവരുടെ കയ്യിൽ സാമഗ്രികൾ വേണം. ഇതെല്ലാം സാധ്യമാവണം. അതുകൊണ്ട് അധികാരികൾ കണ്ണു തുറന്നേ പറ്റൂ. ഇന്നത്തെ ന്യൂസ് ബസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി